ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒരു കഥ പറയാനാണ് വന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം വരരുചി ആരാണെന്ന്. പറയിപെറ്റ പന്തിരുകുലം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പറയിപെറ്റ ആ പന്തിരുകുലത്തിലെ 12 മക്കളുടെയും അച്ഛനാണ് വരരുചി. അദ്ദേഹം വിക്രമാദിത്യ മഹാരാജാവിൻ്റെ മന്ത്രിയായിരുന്നു. ഒരു ദിവസം വിക്രമാദിത്യ മഹാരാജാവ് മഹാപണ്ഡിതനായ വരരുചിയോട് ചോദിക്കുകയാണ്, രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം ഏതാണെന്ന്. പക്ഷെ വരരുചിക്ക് അതിന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഇങ്ങനെ വലിയ വിഷമിച്ചു നിന്നു. അപ്പോൾ രാജാവ് പറയുകയാണ്, എന്നാൽ എവിടെങ്കിലും പോയി ആരോടെങ്കിലും ചോദിച്ചിട്ട് 41 ദിവസം കഴിയുന്നതിനു മുമ്പ് ഇവിടെ വന്ന് ഇതിന് ഉത്തരം പറയണം, അല്ലെങ്കിൽ പിന്നെ അങ്ങ് ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വരരുചിക്ക് വലിയ വിഷമമൊക്കെ തോന്നി. അങ്ങനെ അദ്ദേഹം കൊട്ടാരത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോന്നു. അതിനുശേഷം പല സ്ഥലങ്ങളിലും പോയി പല യോഗ്യന്മാരായിട്ടുള്ള പല ആളുകളോടും ചോദിച്ചു. അവരെല്ലാം പറഞ്ഞു, രാമായണത്തിലെ ഇപ്പോൾ ഏത് വാചകമാണ് അല്ലെങ്കിൽ ഏത് വാക്യമാണ് പ്രാധാന്യം, എല്ലാം പ്രധാനം തന്നെ എന്ന ഉത്തരമാണ് ഇദ്ദേഹത്തിന് കിട്ടിയത്. അവസാനം ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, ഒരുപാട് ആളുകളോട് ചോദിച്ചിട്ട് ഒന്നും ഇതിന് ഉത്തരം കിട്ടാതെ വിഷമിച്ച് അദ്ദേഹം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഒരു ദിവസം ഒരു വനത്തിൽ ഒരു ആൽത്തറയുടെ അടുക്കൽ എത്തിച്ചേർന്നു. അതിനുശേഷവും ഈ ആൽത്തറയുടെ ചുവട്ടിൽ അദ്ദേഹം കയറി കിടന്നു. വലിയ ക്ഷീണിച്ചാണ്. അങ്ങനെ ക്ഷീണിച്ച് അവിടെ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. അങ്ങനെ ഉറങ്ങി രാത്രി ആയപ്പോഴാണ് അദ്ദേഹം എഴുന്നേൽക്കുന്നത്. അപ്പോൾ ഒരു ശബ്ദം കേട്ടുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത്. അന്നേരം ഈ ആലിന്മേൽ ചില രാത്രിയിലുള്ള ചില ദേവിമാർ, അതായത് ഈ രാത്രിയിൽ സഞ്ചരിക്കുന്ന വനത്തിലെ ചില ദേവന്മാരെല്ലാം കൂടെ ആലിൻ്റെ മുകളിൽ ഒത്തുകൂടുന്നു. അങ്ങനെ ഈ ദേവന്മാർ, അതായത് പക്ഷികളുടെ രൂപത്തിലാണ് ഇവരവിടെ ഇരിക്കുന്നത്. ഈ പക്ഷികളുടെ എല്ലാം ഭാഷ വരരുചിക്കറിയാം. അപ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുന്ന കാര്യമാണ് കേൾക്കുന്നത്. അപ്പോൾ ഒരു തമ്മിൽ സംസാരിക്കുകയാണ്, നിങ്ങൾ വരുന്നില്ലേ, ഇപ്പോൾ ഒരു സ്ഥലത്തൊരു പ്രസവമുണ്ട്, ഞങ്ങൾ അവിടെ പോവുകയാണ്, അവിടെ ചോരയും നീരുമൊക്കെ ധാരാളമായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. ഉടനെ മറ്റേ പക്ഷികൾ പറയുകയാണ്, ഞങ്ങൾക്ക് വരാൻ നിവൃത്തിയില്ല, ഇവിടെ ഒരു വിശിഷ്ടനായ ബ്രാഹ്മണൻ ദേ വന്ന് കിടക്കുന്നു, അദ്ദേഹം ഞങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇവിടെ കിടന്നത്. ഇപ്പം വനദേവതമാർ എന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി അവിടെ കിടന്നുറങ്ങിയത് വരരുചി. അതിനാൽ നിങ്ങൾ പോയി തിരിച്ചു വരൂ, തിരിച്ചു വന്നിട്ട് ഇതിലേ വന്ന് വിവരമൊക്കെ പറഞ്ഞിട്ട് വേണം പോകാൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നു. അപ്പോൾ മറ്റവർ എന്നാൽ ശരി അങ്ങനെ ആകട്ടെ എന്ന് കരുതി മറ്റവരങ്ങനെ പോകുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇതെല്ലാം കേൾക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പോയ ആളുകൾ തിരിച്ചു വരുന്നു. പക്ഷികൾ തിരിച്ചു വന്നിട്ട് ചോദിക്കുന്നു. അപ്പം മറ്റവർ ചോദിക്കുകയാണ്, പ്രസവം എവിടെയായിരുന്നു, പ്രസവം എവിടെയായിരുന്നു, കുട്ടി ഏതാണ് എന്നൊക്കെ ചോദിച്ചു. ഉടനെ അവർ പറയുകയാണ്, ഒരു പറയൻ്റെ വീട്ടിലായിരുന്നു പ്രസവം, കുട്ടി പെണ്ണാണ്, അവളെ വിവാഹം ചെയ്യുന്നത് ആരായിരിക്കുമെന്ന് മറ്റേ പക്ഷികൾ ചോദിക്കുന്നു. ഉടനെ അവർ പറയുകയാണ്, ദേ യാലിൻ്റെ ചൂട്ടിലുള്ള ഈ ബ്രാഹ്മണനാണ് ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത്, മാം വിധി എന്ന് പോലും അറിഞ്ഞുകൂടാത്ത ഈ ബ്രാഹ്മണനാണ് ആ കുട്ടിയെ വിവാഹം കഴിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വരരുചി ഇതിങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പം മാം വിധി അതെനിക്ക് അറിഞ്ഞുകൂടല്ലോ, ഞാനത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് ആലോചിച്ചപ്പോൾ രാമായണത്തിലെ ഒരു വാക്യമാണ് ഇതെന്ന് മനസ്സിലായി. അദ്ദേഹം ഉടനെ തന്നെ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് മനസ്സിലാവുകയും അപ്പോൾ പിറ്റേ ദിവസം 41ാമത്തെ ദിവസമാണ്. അങ്ങനെ കൊട്ടാരത്തിലേക്ക് വരരുചി എത്തുന്നു. അപ്പോൾ രാജാവ് ഇങ്ങനെ 41 ദിവസമായിട്ടും വരരുചി എത്തിയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുകയാണ്. അപ്പോഴാണ് വരരുചി അവിടെ എത്തുന്നത്. അപ്പോൾ രാജാവ് ചോദിക്കുന്നു, വാക്യം കിട്ടിയോ, ഏതാണ് രാമായണത്തിലെ ആ പ്രധാനപ്പെട്ട ശ്ലോകമെന്ന്. ഉടനെ വരരുചി പറയുകയാണ്, രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാമടവീം വിദ്ധി ഗച്ഛ താത യഥാസുഖം എന്നുള്ളതാണ്
ഏറ്റവും പ്രധാനപ്പെട്ട ആ വാക്യം എന്ന്. ഉടനെ സഭയിലുണ്ടായിരുന്നവരെല്ലാം അത് ശരി എന്നും പറഞ്ഞ് എഴുന്നേറ്റ് കൈയടിക്കുന്നു. അങ്ങനെ രാജാവ് വളരെ സന്തോഷവാനാവുകയും ഈ വരരുചിക്ക് ഒരുപാട് സമ്പത്തും സമ്മാനങ്ങളുമൊക്കെ കൊടുക്കുന്നു. അന്നേരം അതിനുശേഷം വരരുചി ഇതെല്ലാം സ്വീകരിച്ചിട്ട് വരരുചി പറയുകയാണ്, ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം രാജാവിനെ വ്യാഖ്യാനിച്ച് കേൾപ്പിക്കുന്നു. എന്താണ്? ശ്രീരാമനും സീതാദേവിയും ലക്ഷ്മണനും കൂടി വനവാസത്തിനായി പുറപ്പെടുകയാണ്. ആ സമയത്ത് മാതാവിൻ്റെ കാലിൽ വന്ദിച്ച് യാത്ര പറഞ്ഞ ലക്ഷ്മണനോട് ലക്ഷ്മണൻ്റെ മാതാവായ സുമിത്ര പറയുന്ന വാചകമാണ് ഇത്. എന്താണ് പറഞ്ഞത്? അല്ലയോ താത, അതായത് അല്ലയോ പുത്ര അല്ലെങ്കിൽ വത്സ എന്നർത്ഥം. രാമം ദശരഥം വിദ്ധി. എന്താണ് അതിൻ്റെ അർത്ഥം? രാമനെ ദശരഥനായി അറിഞ്ഞാലും നിന്റെ ജ്യേഷ്ഠനായ രാമനെ അച്ഛനായ ദശരഥനെ പോലെ കരുതി സംരക്ഷിക്കണം. അതായത് ഇപ്പോൾ നീ കാട്ടിലേക്ക് പോവുകയാണ്, അവിടെ നിന്റെ ജ്യേഷ്ഠനായ രാമനാണ് കൂടെ ഉള്ളത്. ആ രാമനെ നീ ആരായി തന്നെ കരുതണം? നിന്റെ പിതാവായ ദശരഥനെ പോലെ തന്നെ കരുതണം. ജനകാത്മജാ മാം വിദ്ധി. ജനകാത്മജയെ, അതായത് ജനകാത്മജയെ എന്ന് പറയുന്ന ആരാണ്? സീതാദേവിയെ എന്നെ പോലെ വിചാരിച്ചു കൊള്ളണം. അതായത് സീതാദേവിയെ അമ്മയായി വിചാരിച്ചു കൊള്ളണം. ശ്രീരാമനെ അച്ഛനായും കരുതിക്കൊള്ളണം. യഥാസുഖം ഗച്ഛ. എന്നിട്ട് സുഖമാകും വണ്ണം മുമ്പോട്ട് പോയാലും ഗമിച്ചാലും, അതായത് സുഖമായി പോവുക. അതിന് എന്താണ് വേണ്ടത്? ശ്രീരാമചന്ദ്രനെ അച്ഛനായും സീതാദേവിയെ അമ്മയായും കരുതി സുഖമായി പോവുക. അയോധ്യാമടവിം വിദ്ധി എന്ന് വെച്ചാൽ എന്താണ്? അടവി എന്ന് വെച്ചാൽ കാട്. ആ കാട് അയോധ്യയാണെന്ന് കരുതുക. അപ്പോൾ നീ എങ്ങനെയാണോ നിൻ്റെ ഈ അയോധ്യയിൽ ജീവിച്ചുകൊണ്ടിരുന്നത്, അതായത് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ എങ്ങനെയാണോ ജീവിച്ചു കൊണ്ടിരുന്നത്, അതുപോലെ തന്നെ സുഖമായിട്ട് ആയിരിക്കണം നീ കാട്ടിലും ജീവിക്കേണ്ടത്. സുഖമായി അവിടെ ജീവിക്കുക. എന്താണ്? ശ്രീരാമചന്ദ്രനായ തൻ്റെ ജ്യേഷ്ഠനെ അച്ഛനെ പോലെയും അമ്മ സീതാദേവിയെ അമ്മയെപ്പോലെയും പരിചരിച്ച് എന്ത് ചെയ്യുക? നീ അയോധ്യയാണ്, കാട് അയോധ്യയാണെന്ന് കരുതി സുഖമായി പോവുക. ഒട്ടും തന്നെ വിഷമിക്കേണ്ട കാര്യമില്ല. കാട്ടിലേക്ക് പോയാൽ ഇതേപോലെ അച്ഛനെയും അമ്മയും എങ്ങനെയാണോ അനുസരിച്ച് പരിപാലിച്ചു പോകേണ്ടത്, അതുപോലെ തന്നെ തൻ്റെ ജ്യേഷ്ഠനെയും ജ്യേഷ്ഠത്തെയും അനുസരിച്ച് പരിപാലിച്ചു പോവുക എന്ന് പറഞ്ഞ് സുമിത്ര തൻ്റെ മകനെ അനുഗ്രഹിക്കുന്ന ഭാഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാമായണത്തിലെ ഭാഗമെന്നാണ് വരരുചി പറഞ്ഞു കൊടുക്കുന്നത്. എല്ലാവരും ഇത് അംഗീകരിക്കുന്നു. ധാരാളം സമ്മാനങ്ങൾ വരരുചിക്ക് രാജാവ് നൽകുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് നമ്മൾ ഇതിൽ നിന്നും അർത്ഥമാക്കുന്നത്? വലിയ സുഖസൗകര്യത്തിൽ രാജകൊട്ടാരത്തിൽ ജീവിച്ചുകൊണ്ടിരുന്നവരാണ് രാമനും സീതാദേവിയും ലക്ഷ്മണനുമെല്ലാം. പെട്ടെന്ന് ഈ സാഹചര്യങ്ങളെല്ലാം മാറുകയാണ്. ലക്ഷ്മണൻ ആ സുഖസൗകര്യങ്ങളിൽ നിന്നൊക്കെ മാറി കാട്ടിലേക്ക് പോവുകയാണ്. ആ സമയത്ത് അമ്മ ഉപദേശിച്ചു കൊടുക്കുന്ന എന്താണ്? ആ അടവി അയോധ്യയാണെന്ന് കരുതുക. അതായത് നമ്മളിപ്പോൾ കാട്ടിലാണ് ചെന്ന് പെട്ടത്, ഇത് വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ ഇത്രയും കാലം സുഖസൗകര്യത്തിൽ ജീവിച്ചിട്ട് ഇപ്പോൾ ഇതെനിക്കൊരു വലിയ ബുദ്ധിമുട്ടാണ് എന്ന് തോന്നാതെ ആ കാടും അയോധ്യയിലെ പോലെ തന്നെ, അയോധ്യ എന്ന് പറയുന്ന ആ സമ്പൽ സമൃദ്ധിയുള്ള നഗരം പോലെ തന്നെ കരുതിയാൽ ആ ദുഃഖമില്ലാതാവും. അതുപോലെ അച്ഛനും അമ്മയും അവിടെ മകനെ നേർവഴിക്ക് നടത്താൻ കാണില്ല കാട്ടിൽ. പക്ഷേ അതിന് പകരമായി തൻ്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിയുമുണ്ട്. അപ്പോൾ ആ ജ്യേഷ്ഠനെയും ജ്യേഷ്ഠത്തിയെയും അച്ഛൻ്റെയും അമ്മയുടെയും സ്ഥാനത്ത് കണ്ട്
അവർ പറയുന്നതനുസരിച്ച് അവരെ പരിചരിച്ച് മുമ്പോട്ട് പോവുക. അങ്ങനെ ചെയ്യണമെന്ന് മകനെ പറഞ്ഞ് ഒരമ്മ അനുഗ്രഹിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. സഹോദരങ്ങൾ തമ്മിൽ തല്ലി ജീവിക്കുന്ന, സ്വത്തിനു വേണ്ടിയും അല്ലെങ്കിൽ മറ്റു സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയും ഒരു മരത്തിനു വേണ്ടി പോലും തമ്മിൽ തല്ലുന്ന സഹോദരങ്ങൾ ഉള്ള ഒരു കാലഘട്ടത്തിൽ അമ്മ ലക്ഷ്മണന് പറഞ്ഞു കൊടുക്കുന്ന ഈ ഉപദേശത്തിന് ഇന്നത്തെ കാലത്ത് എത്രത്തോളം പ്രാധാന്യമുണ്ട്. എത്ര അമ്മമാർ ഇതേ രീതിയിൽ മക്കളെ ഉപദേശിക്കുന്നുണ്ടാകാം. എത്ര സഹോദരങ്ങൾ ഇതേ രീതിയിൽ സ്നേഹിച്ച് ജീവിക്കുന്നുണ്ടാകാം. വളരെ വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ പുരാണങ്ങൾ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുമ്പോട്ട് പോയാൽ നമ്മളുടെ ഓരോ വീടും എത്ര സന്തോഷകരമായി മുമ്പോട്ട് പോകും. അങ്ങനെ ഓരോ വീടും സന്തോഷകരമായി മുമ്പോട്ട് പോയാൽ നമ്മുടെ നാട് എത്ര സന്തോഷകരമായി മുമ്പോട്ട് പോകും. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നാമം ചൊല്ലും, പ്രാർത്ഥിക്കും, ഞാൻ വലിയ ഭക്തനാണെന്ന് നടിക്കും, വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കും. പക്ഷേ നമ്മുടെ പ്രവൃത്തികൾ എങ്ങനെയാണ്? ഇതുപോലുള്ള കാര്യങ്ങളാണ്. സ്വന്തം മാതാപിതാക്കൾക്ക് ആഹാരം കൊടുക്കാതെ, അവരെ സംരക്ഷിക്കാതെ വൃദ്ധസദനങ്ങളിൽ പോയി ആഹാരം കൊടുക്കുകയും വലിയ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയും ചെയ്തിട്ട് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ട് ആനന്ദിക്കുന്ന എത്ര പേരുണ്ട് നമ്മുടെ നാട്ടിൽ. കൂടപ്പിറപ്പുങ്ങൾക്ക് 10 രൂപ ഉപകരിക്കത്തില്ല, വഴക്കാണ്. ഒരു മരത്തിൻ്റെ കമ്പിനോ അല്ലെങ്കിൽ 1 സെൻറ്റ് ഭൂമിക്കോ വേണ്ടി തമ്മിൽ തല്ലാണ്. പക്ഷേ സമൂഹത്തിൻ്റെ മുമ്പിൽ അവർ നടിക്കുന്ന ചില മേനികളുണ്ട്, അതും നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ കലിയുഗത്തിൽ ഈ വാചകത്തിന് വളരെ വളരെ പ്രാധാന്യമുണ്ട്, വളരെ വളരെ അർത്ഥമുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ട് പോവുക. നമ്മുടെ കുട്ടികളെ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഈ വരികൾ പറഞ്ഞ് അവർക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഇതേ രീതിയിൽ മുമ്പോട്ട് പോകാൻ നമ്മൾ പഠിപ്പിക്കുക, നമ്മളും അത് ശീലിക്കുക. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.